കണ്ണൂരിലെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കുന്ന പുതിയ ക്രൈംബ്രാഞ്ച് സംഘം കണ്ണൂരിലെത്തി ചുമതലയേറ്റെടുത്തു. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ണൂരിലെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. ക്രൈംബ്രാഞ്ച് SP MP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിൽ DYSP ജീവൻ ജോർജാണ് കേസ് അന്വേഷിക്കുക. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് നിതിൻ രാജിന്റെ കുടുംബം പറഞ്ഞതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് പുതിയ സംഘത്തെ നിയോഗിച്ചത്. കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി പുതിയ സംഘം കൂടിക്കാഴ്ച നടത്തി. കേസ് രേഖകളും പുതിയ സംഘം പരിശോധിച്ചു. കോടതിയുടെ അനുമതി കിട്ടിയ ശേഷം റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്നും റാമിന്റെ അറസ്റ്റിലെ വീഴ്ചയിൽ വിശദീകരണം നൽകിയെന്നും ക്രൈംബ്രാഞ്ച് SP വ്യക്തമാക്കി. അറസ്റ്റുള്ള റിക്വസ്റ്റ് കോടതിയിലുണ്ട്. അത് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. കിട്ടുന്നതാണ്. ഇല്ല എല്ലാ ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ആ സമയത്ത് പോലീസ് മെൻഷൻ ചെയ്തില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുന്ന കൂടിയാണ് ഒരു റീ അറസ്റ്റിന് കൊടുത്തിട്ടുള്ളത്. ഒരു പുതിയ ടീം നോക്കുന്ന സ്ഥിതിക്ക് ആദ്യം എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലേ, അതിന് പുറമെ മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കും. എന്തെങ്കിലും അവർക്ക് ഫർദറായിട്ട് എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തും. അതേസമയം കേസിലെ പ്രതി ഡോക്ടർ റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ നൽകിയ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ജനം, കണ്ണൂർ.